ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്നേ കുട്ടനാടിൻ്റെ കുറച്ച് കാഴ്ചകൾ കണ്ടും അവിടുത്തെ വിശേഷങ്ങളും കഥകളും ഒക്കെ അറിഞ്ഞൊരു യാത്ര പോകാം അല്ലേ. കുട്ടനാടെന്ന് കേൾക്കുമ്പോൾ ആലപ്പുഴ എന്നല്ലേ ആദ്യം മനസ്സിൽ വന്നത്. എന്നാൽ കുട്ടനാട് പരന്നു കിടക്കുന്നത് പത്തനംതിട്ട, കോട്ടയം ജില്ലകളിൽ കൂടിയാണ് കേട്ടോ. ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ കിടങ്ങറിൽ നിന്നുമാണ് നമ്മുടെ ഇന്നത്തെ യാത്ര തുടങ്ങുന്നത്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും താഴ്ന്ന പ്രദേശങ്ങളിലൊന്നായ കുട്ടനാട് കായലുകളും നെൽവയലുകളും കൊണ്ടും പ്രശസ്തമായ ഒരു പ്രദേശം കൂടിയാണ്. പിന്നെ സമുദ്രനിരപ്പിന് താഴെയുള്ള പ്രദേശത്ത് കൃഷി ചെയ്യുന്ന ലോകത്തിലെ തന്നെ അപൂർവം പ്രദേശങ്ങളിലൊന്നും നമ്മുടെ കുട്ടനാട് തന്നെയാണെന്നേ. തകഴി, രാമങ്കരി, എടത്തോ, കൈനടി, ചമ്പക്കുളം, നെടുമുടി, പായിപ്പാട്, കാരിച്ചാൽ, പുളിങ്കുന്ന് തുടങ്ങി കണ്ണിനും മനസ്സിനും കുളിർമ നൽകുന്ന കുറേയധികം സ്ഥലങ്ങളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന കുട്ടനാട്ടിലെ പ്രധാന കൃഷി നെൽകൃഷിയാണ്. കേരളത്തില് പാലക്കാടും കുട്ടനാടും ഒപ്പത്തിനൊപ്പമാണ് നെൽകൃഷിയുടെ കാര്യത്തിൽ. അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ നെല്ലറ എന്ന വിശേഷണം ഇരുകൂട്ടരും പങ്കിട്ടെടുക്കുന്നു. ഒക്ടോബർ മുതൽ മാർച്ച് വരെയുള്ള മാസങ്ങളിലാണ് കുട്ടനാടിന്റെ ഭംഗി ആസ്വദിക്കാൻ ഉചിതമായ സമയം. കുട്ടനാടിന്റെ ഏറിയ പങ്കും കടൽ തീരങ്ങൾ കൊണ്ടും കായലുകൾ കൊണ്ടും കുളങ്ങൾ, തോടുകൾ, വയലുകൾ എല്ലാം കൊണ്ട് സമ്പുഷ്ടമായ ആലപ്പുഴയിലാണുള്ളത്. കുട്ടനാട് ഒരിക്കല് കണ്ടൽക്കാടുകളും കായലുകളും നിറഞ്ഞൊരു തീരപ്രദേശമായിരുന്നു. സമുദ്രനിരപ്പ് ഉയർന്നതോടെ ഈ പ്രദേശം മുങ്ങിപ്പോവുകയും പിന്നീട് നദികൾ കൊണ്ടുവന്ന മണ്ണ് അടിഞ്ഞുകൂടിയ പ്രദേശമാണ് കുട്ടനാടെന്നും ചരിത്രം പറയുന്നു. കുട്ടനാട്ടിലെ ജീവിത രീതിയും വളരെ വ്യത്യസ്തമാണ്, അതുപോലെ തന്നെ സങ്കീർണവും. കായലിന്റെ കൂടെ കൂട്ടുകൂടിയ ജീവിതമാണ്. വെള്ളത്താൽ ചുറ്റപ്പെട്ട പ്രദേശമാണെങ്കിലും കുടിവെള്ളത്തിന് പ്രയാസം അനുഭവിക്കുന്ന ഒരു ജനത കൂടിയാണ് കുട്ടനാട്ടുകാർ. കൂടാതെ വെള്ളപ്പൊക്ക ഭീഷണിയും. പണ്ട് പ്രധാന റോഡിലേക്ക് വരുവാൻ ചെറുവള്ളങ്ങളെ ആശ്രയിച്ച് കഴിഞ്ഞവർക്ക് ഇന്ന് ഇതുപോലെയുള്ള ഒട്ടനവധി ചെറിയ പാലങ്ങൾ തുണയായി. വീടിന് തൊട്ടു മുന്നിലായി കായലും തോടും കണ്ടു വളരുന്നതാണ് ഇവിടുത്തെ ജീവിതം. പുറമെ നിന്ന് നോക്കുന്നവർക്ക് അത്രമേൽ മനോഹരമാണ് ഇവിടുത്തെ കാഴ്ചകൾ അല്ലേ. പക്ഷേങ്കിൽ ഇവിടുത്തുകാരുടെ ജീവിത പ്രയാസങ്ങൾ ചെറുതൊന്നുമല്ല കേട്ടോ. നമ്മൾ മലിനപ്പെടുത്തുന്ന ഇവിടുത്തെ ജലാശയങ്ങൾ അത്രത്തോളം ആരോഗ്യ പ്രശ്നങ്ങളാണ് അവർക്ക് സമ്മാനിക്കുന്നത്. അതുകൊണ്ട് ജലാശയങ്ങൾ മലിനപ്പെടുത്താതിരിക്കാൻ നമുക്കും പ്രതിജ്ഞയെടുക്കാം. കുട്ടനാട്ടുകാരുടെ മറ്റൊരു വരുമാന മാർഗമാണ് താറാവ് കൃഷി. ഇറച്ചിക്കും മുട്ടയ്ക്കും വേണ്ടിയിട്ട് ധാരാളം കർഷകരാണ് ഈ താറാവിനെ വളർത്തുന്നത്. ജലഗതാഗതത്തിൻ്റെ കാര്യം മുമ്പ് നമ്മൾ സൂചിപ്പിച്ചിരുന്നല്ലോ അല്ലേ. ഈ വരുന്നത് നമ്മുടെ സർക്കാർ ബോട്ടാണ്. വളരെ കുറഞ്ഞ ചെലവിൽ കായൽക്കരയിലെ പല പ്രദേശങ്ങളെയും ഈ ബോട്ടുകൾ ബന്ധപ്പെടുത്തുന്നു. ഇന്ന് വിനോദസഞ്ചാരികളും ഈ ബോട്ടുകൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഇതിൽ യാത്ര ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിലും ഉണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ കൂടി യാത്ര ചെയ്യുന്നവർ കാണുന്നൊരു കാഴ്ചയാണിതല്ലേ. കൃഷിക്കായിട്ട് നിലം ഉഴുതു മറിച്ചിട്ടിരിക്കുകയാണ്. ഇനിയാണ് ഇവിടെ ദേശാടനക്കിളികളുടെ ഒരു വരവ്. ഒന്നും രണ്ടോ ഒന്നും അല്ല കേട്ടോ, 100-ൽ പരം വ്യത്യസ്ത ഇനങ്ങളിലുള്ള പക്ഷികളാണ് കുട്ടനാടിൻ്റെ ഓളങ്ങളിലുള്ളത്. കുട്ടനാട്ടിലേക്ക് വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിക്കുന്നത് ഹൗസ് ബോട്ടുകൾ തന്നെയാണ് കേട്ടോ. ദിവസവും ഈ കായൽ പരപ്പിലൂടെ ചെറുതും വലുതുമായ ഒട്ടനവധി ഹൗസ് ബോട്ടുകളാണ് സർവീസ് നടത്തുന്നത്. പിന്നെ നിരവധി കായലുകളും കനാലുകളും ഒക്കെ ചേർന്ന് രൂപപ്പെട്ട ഈ ഒരു പ്രദേശം കേരളത്തിൻ്റെ വെനീസ് എന്നും അറിയപ്പെടുന്നു. നമ്മുടെ ബജറ്റും ആവശ്യങ്ങൾക്കും അനുസരിച്ച് ഹൗസ് ബോട്ട് തിരഞ്ഞെടുക്കാം. വിദേശികളെ കേരളത്തിലേക്ക് വിനോദത്തിനെത്തിക്കുന്നതിൽ ഹൗസ് ബോട്ടിന്റെ സ്ഥാനം മുൻപന്തിയിലാണ്. ഒരു പകൽ മാത്രമായിട്ടോ പകലും രാത്രിയിലുമായിട്ടുള്ള പാക്കേജുകൾ നമുക്കിവിടെ ലഭ്യമാണ്.
ഹൗസ് ബോട്ടുകൾക്കുള്ളിൽ തനത് നാടൻ ഭക്ഷണം ലഭ്യമാണ്. കരിമീനാണ് പ്രധാന വിഭവം. കായലിന്റെ മനോഹാരിതയും പച്ചപ്പിൽ കുളിച്ച തുരുത്തുകളും ഒക്കെ കണ്ട് നല്ല വൃത്തിയുള്ള ആഹാരവും കഴിച്ച് സമാധാനപരമായ ഒരു ഒത്തുചേരലിന്റെ യാത്ര കൂടിയാണ് ഹൗസ് ബോട്ടുകൾ നമുക്ക് സമ്മാനിക്കുന്നത്. കുട്ടനാട് സിനിമാ പ്രേമികളുടെ ഒരു ഇഷ്ട ലൊക്കേഷൻ കൂടിയാണ്. പഴയ ഒരുപാട് ദേവാലയങ്ങളും ഒട്ടനവധി പാലങ്ങളും തെങ്ങിൻ തോപ്പുകളും ഇന്ന് അന്യഭാഷാ സിനിമകൾക്കും നിറം പകരുന്നു. അപ്പോഴേ നമുക്കിനി ചരിത്രത്തിലേക്കൊന്ന് പോയിട്ട് വന്നാലോ. കുട്ടനാട് എന്ന ഈ പ്രദേശത്തിന് പേര് ലഭിച്ചതിന് പിന്നിൽ പ്രധാനമായും 2 കഥകളാണുള്ളത്. അതിലൊന്നാമത്തേത് പ്രാചീന ചേര രാജാവായ ചേരൻ ചെങ്കോട്ടവന്റെ പേരിനോട് ചേർന്നാണ് ഈ പ്രദേശത്തിന് കുട്ടനാട് എന്ന പേര് വന്നത് എന്നുള്ളതാണ്. ആദിചേരരെ കുട്ടുവർ അല്ലെങ്കിൽ കുട്ടുവൻ എന്നെല്ലാമാണ് വിശേഷിപ്പിച്ചിരുന്നത്. ഈ ആദിചേര രാജാക്കന്മാരുടെ തലസ്ഥാനമായിരുന്നു കുട്ടനാട്. ഇനി രണ്ടാമത്തെ കഥ ബുദ്ധന്റെ പേരിനോട് ചേർന്നുള്ളതാണ്. ബുദ്ധന്റെ പ്രാദേശിക നാമമായിരുന്നു കുട്ടൻ. ബുദ്ധമത സ്വാധീനമുള്ള ഒരു സ്ഥലം കൂടിയായിരുന്നു അക്കാലത്ത് ഇവിടെ. ബുദ്ധവിഹാരങ്ങൾ സ്ഥിതി ചെയ്തിരുന്ന നാട് എന്ന നിലയിലാണ് കുട്ടനാട് എന്ന പേര് ഈ പ്രദേശത്തിന് വന്നതെന്നും ചില ചരിത്രകാരന്മാർ വിശ്വസിക്കുന്നു. ഇത്രയും നാളും നമ്മൾ ഇതുവഴി പോകുമ്പോഴും അല്ലെങ്കിൽ കുട്ടനാട് എന്നൊക്കെ കേൾക്കുമ്പോഴും ഇതിന് ഇങ്ങനെ ഒരു ചരിത്രമുണ്ടെന്ന് അറിഞ്ഞിരുന്നില്ലല്ലേ. ഓരോ ദേശത്തിനെയും കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കുമ്പോൾ കിട്ടുന്ന വിവരങ്ങൾ നമ്മളെ ആശ്ചര്യപ്പെടുത്തുന്നതാണ്. കുട്ടനാട് വന്നിട്ട് ഇനി നാടൻ വലവീശ് കണ്ടില്ലെന്ന് വേണ്ട. ഇവിടുത്തുകാരുടെ മറ്റൊരു പ്രധാന വരുമാന മാർഗവും ഈ മീൻപിടുത്തം തന്നെയാണ്. ഇനി ഈ വല വീശി ആളെയും കൂടെ ഞാനിന്ന് പരിചയപ്പെടുത്തിയേക്കാം. കുട്ടനാട്ടിലുള്ള എൻ്റെ കസിൻ്റെ ഭർത്താവാണ്, രാജീവ് എന്നാണ് പേര്. ഞങ്ങൾ കുട്ടനാട് എത്തിയെന്ന് അറിഞ്ഞപ്പം ഇതുവഴി വന്നിട്ട് പോയാൽ മതി എന്ന് വിളിച്ചതാണ്. അപ്പോൾ നമുക്കിനി ഈ വല ഒന്ന് പൊക്കുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ആദ്യ വീശിൽ തന്നെ കുറേയധികം പരലുകളെയും വൈമ്പിനെയൊക്കെ കിട്ടി കേട്ടോ. വീണ്ടും ഞങ്ങളൊരു 4-5 തവണയും കൂടെ വല വീശി കുറച്ച് മീനെയൊക്കെ ഞങ്ങൾ അവിടുന്ന് കൊണ്ടുവരികയും ചെയ്തു. അവിടെ ഈ കുട്ടനാടിൻ്റെ കാഴ്ചകളൊന്നും ഇവിടെ അവസാനിക്കുന്നില്ല കേട്ടോ. അതിങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുമല്ലേ. അപ്പോൾ കുട്ടനാടിൻ്റെ കൂടുതൽ വീഡിയോസ് നമുക്കിനി വീണ്ടും ചെയ്യാം. അപ്പോൾ ഈ വീഡിയോയ്ക്ക് നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.